ശത്രുമിത്രം എന്ന് പറയാറുണ്ടല്ലോ, അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഈ CJP നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ ഈ രാജ്യമെമ്പാടുമുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു, പോസ്റ്ററുകൾ ഇടുന്നു, സ്റ്റോറി ഇടുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ തോന്നുന്നത് BJPയെ എതിർക്കുക എന്നതിലപ്പുറം CJPയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, CJPക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, CJPയുടെ ലക്ഷ്യങ്ങളെല്ലാം കറക്റ്റാണോ, അവർ നേരെ പോ എന്ന രീതിയിൽ തന്നെയാണോ, അവർക്ക് മറ്റെന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഓർക്കാതെയും ചിന്തിക്കാതെയും തന്നെയാണ് എല്ലാവരും ഈ ഒരു സമരത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്യാത്തതെന്ന് ചോദിച്ചു. കാരണം എന്തെങ്കിലും കണ്ടുടനെ പോയി നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യണം. ഇപ്പോൾ CJPയുടെ പ്രക്ഷോഭത്തിനെതിരെ അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്തെങ്കിലും നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ നമ്മളുടനെ സംഖ്യയാക്കപ്പെടും. ചാപ്പ കുത്തുവാണ്, സംഖ്യയാണെന്ന്. ഇപ്പോൾ നമ്മൾ സംഖ്യയാണ് എങ്കിൽ അങ്ങനെ കേൾക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അങ്ങനെ അല്ലാത്തിടത്തോളം കാലം അങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പേളി മാണി അവരുടെ ഒരു അഭിപ്രായം എത്ര മനോഹരമായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത് എന്നത് കണ്ടാൽ മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമിൽ അവർ പങ്കുവെച്ച ആ ഒരു പോസ്റ്റിൽ അവർ അക്രമത്തിനെതിരെ, വയലൻസിനെതിരെയാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, കുട്ടികൾ സമാധാനപരമായി ഇവിടെ വളരണം, അങ്ങനെ തുടങ്ങി വളരെ നല്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പലരും അതിനെ പേളിമാണിയുടെ ഉള്ളിലെ കാവി പുറത്തു വന്നു, പേളിമാണി കാവി പൊതിച്ചു എന്നൊക്കെ രീതിയിൽ അവരെ അങ്ങ് അധിക്ഷേപിക്കണം. അതെന്താ? ഇപ്പോൾ CJPയെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഇവിടെ ഒരാൾക്ക് അവരുടെ അഭിപ്രായം പറയാവൂ എന്നുണ്ടോ? ഇപ്പോൾ അവർ BJPയെ സപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യത്തിൽ അവനവൻ ചിന്തിക്കുക. ഇൻഫ്ലുവൻസർമാരല്ല നമ്മളെ നയിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുക. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സ്വയം അത് കണ്ട് നല്ലതേത് ചീത്തയേതെന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിനെ എത്ര മോശം, പേളിമാണി എത്ര മോശമായിട്ട്. അതേസമയം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും ടൊവിന തോമസും തുടങ്ങി മറ്റു പലരും CJP അനുകൂലിച്ചു പറഞ്ഞപ്പോൾ അതിനെ വാഴ്ത്തിപ്പാടാൻ ഇവിടെ ആൾക്കാരുണ്ടായി. അപ്പൊ അവർ പറഞ്ഞതുപോലെ തന്നെ പേളിമാണിക്ക് എന്താ അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ല എന്നാണോ? അതല്ലെങ്കിൽ ഇപ്പോൾ BJPയെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ വ്യാപകമായി പേളിമാണിക്കെതിരെ അധിക്ഷേപിക്കുകയാണ് അവരെ. അവർ കമന്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം അവർക്കറിയാം ഇനിയിപ്പോൾ ആൾക്കാർ വന്ന് അവരുടെ അപ്പനെ അമ്മയെല്ലാം സ്മരിക്കുമെന്ന്. അതായത് ഈ CJPയോടൊപ്പം കുറേ യുവാക്കൾ അണിനിരക്കുന്നു എന്നതിൻ്റെ അർത്ഥം രാജ്യത്തെ യുവാക്കളെല്ലാം CJPയോടൊപ്പം എന്നല്ല. അപ്പോൾ CJPയെ എതിർക്കുന്നവരും ഈ രാജ്യത്തുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം CJP അനുകൂലികൾ പ്രതികരിക്കേണ്ടത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ.